ഈ മരണനിരക്ക് സംബന്ധിച്ച് മരണത്തിന്റെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല. ഈ രക്ഷാപ്രവർത്തകരിൽ നിന്നും പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നുമാണ് മരണസംഖ്യ ഈ വിധത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നും പ്രാദേശികമായി രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ നമ്മോട് പറയുന്നു. ഇതിൽ പ്രധാനമായും ഈ ചൂരൽമല ഭാഗത്ത് നിന്ന് മണ്ണിൽ പെട്ടുപോയവരുടെയും അപകടത്തിൽപ്പെട്ടവരുടെയും മൃതശരീരങ്ങൾ കണ്ടെടുത്ത ഒരു സാഹചര്യവും അതോടൊപ്പം ഈ താഴ്ഭാഗത്തു നിന്ന്, അതായത് ഈ പുഴ ഒഴുകി പോകുന്ന ചാലിയാറിൽ നിന്ന് കണ്ടെടുത്ത മൃതശരീരങ്ങളുടെയും ഒരു ഇത് മനസ്സിലാക്കിയാണ് നമുക്കത് പറയാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 19 പേരുടെയെങ്കിലും മൃതശരീരങ്ങൾ കണ്ടെത്തി. അത് ഈ തൊട്ടടുത്ത് ഇവരെ എത്തിച്ച മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം പ്രകാരം എല്ലാം ഉള്ളതാണ്. അങ്ങനെയെങ്കിൽ 19 മൃതശരീരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു ഇതിനകം എന്നൊരു അനുമാനത്തിലേക്ക് നമുക്ക് എത്തേണ്ടി വരും. എന്നാൽ ഔദ്യോഗികമായ വിശദീകരണങ്ങൾ അല്പസമയത്തിന് ശേഷം മന്ത്രിതല സംഘവും മറ്റൊരു സ്ഥലം സന്ദർശിച്ചതിന് ശേഷമേ നമുക്ക് ലഭ്യമാവൂ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം നൽകാൻ ഏതായാലും ഈ ഘട്ടത്തിൽ സാധ്യമല്ല. പക്ഷേ കൂടുതൽ പേർ ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ചൂരൽമലയിൽ ഉൾപ്പെടെ നിരവധിയായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്, നിരവധിയായ ആളുകളുടെ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഈ പുഴ കരകവിഞ്ഞ് ഈ കനത്ത മലവെള്ളപ്പാച്ചിൽ സ്കൂളിലേക്ക് കരയേറി ചെന്ന് അതിനപ്പുറമുള്ള വീടുകളിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാകെ നാമാവശേഷമാക്കിയാണ് ആ വെള്ളം ആ ജനവാസ മേഖലയിലൂടെ കടന്നുപോയത്. അതോടൊപ്പം വലിയ കല്ലുകളും മരങ്ങളും ചളിയുമെല്ലാം ഇതിലൂടെ കടന്നുപോയി. ഒരു ടൗൺ, ഒരു തെരുവാകെ ഒലിച്ചുപോയി. അവിടെ ഒരു വലിയ പാലമുണ്ടായിരുന്നു, പ്രധാനമായും മുണ്ടക്കയ്യെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്ന, അട്ടമലയിലെയും എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പാലം, അത് ഒലിച്ചു പോവുകയും ചെയ്തു. ഏതായാലും ആ ഒരു സാഹചര്യമാണ് ഇതിന്റെ ഗൗരവം വലുതാക്കുന്നത്. അവിടങ്ങളിലെല്ലാം ആളുകളുണ്ടായിരുന്നു. 150-ൽ പരം വീടുകൾ ആ പ്രദേശത്ത്. ഒരു പാലം കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനത്തിലേക്ക് വലിയൊരു ശ്രദ്ധ ഇപ്പോൾ പോകുന്നുണ്ട്. അത്തരം വിവരങ്ങൾ വരുന്നുണ്ട്. അനൂപ്, അതിന്റെയൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? പാലം താൽക്കാലികമായി നിർമ്മിച്ചെങ്കിൽ മാത്രമാണ് മുണ്ടക്കയിലേക്കുള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കാനാവൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയ സൈന്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു വലിയ ദുഷ്കരമായ പ്രവൃത്തിയാണത്. അവിടേക്ക് വലിയ തോതിൽ ആദ്യം ഒരു 5, 6, 7 മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന ഒരു പുഴ ഇപ്പോൾ അതിദൂരം ഇപ്പോൾ വ്യാപിച്ച് വിശാലമായി വലിയ കുത്തൊഴുക്കോടുകൂടി അത് ഒഴുകുകയാണ്. അപ്പോൾ അത് ഭേദിച്ചുകൊണ്ടൊരു പാലം സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു ദുർഘടമായ പ്രവൃത്തിയാണെങ്കിലും അതിന്റെ സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ അതിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള നിരവധി രക്ഷാപ്രവർത്തകരുണ്ട്. അതിൽ വലിയ പരിശീലനം ലഭിച്ചവരുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളിൽ, ഇത്തരം ഘട്ടങ്ങളിൽ, ദുരന്ത സ്ഥലങ്ങളിൽ പരിചയമുള്ളവരുണ്ട്. അവരെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ജില്ലാ ഭരണകൂടം ഏതായാലും ആ രീതിയിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. പോലീസ് ഫോഴ്സിനെ കൂടുതലായി അവിടേക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. ക്ഷമിക്കണം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ അല്പസമയം അകം തന്നെ അവിടെ കണ്ണൂർ DIGയും ഉത്തരമേഖല IG അടക്കം നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നതാണ്. മറ്റു ജില്ലകളിൽ നിന്നുള്ള പോലീസ് സംവിധാനങ്ങളും കൂടുതലായി അവിടേക്ക് നിയോഗിക്കാനുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട്. അനൂപ്, ഈ പ്രകൃതി ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് നേരത്തെ തന്നെ പോലീസ് ഒരു പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം അവർ നടത്തിയിരുന്നു. അതോടൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഉത്തരമേഖല IG-യും കണ്ണൂർ DIGയും അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതേസമയം ക്രമസമാധാന വിഭാഗം ADGPക്ക് സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരള ആംഡ് പോലീസ്, അതോടൊപ്പം മലബാർ സ്പെഷ്യൽ പോലീസ് എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വയനാട്ടിലേക്ക് ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും ഇവരിലുണ്ട് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മലപ്പുറം ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായും അവിടെ ഈ വയനാട്ടിൽ നിന്ന് ഈ കൂടുതൽ മൃതശരീരങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പോലീസ് ഇത്തരത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് ഈ ദുരന്ത സ്ഥലത്തേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകരല്ലാത്തവർ എത്തുന്നതും ഇവിടെ നിന്ന് ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കുന്നതിനുമെല്ലാം ഇന്ന് രാവിലെ മുതൽ തന്നെ പോലീസ് സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ഉത്തരമേഖല IG-യുടെയും കണ്ണൂർ DIGയുടെയും നേതൃത്വത്തിൽ പോലീസ് സംവിധാനത്തിന്റെ ഒരു ഏകോപനവും ഈ സ്ഥലത്ത് നടക്കുകയാണ്. അവരുടെ നേതൃത്വത്തിലും ഇത്തരത്തിൽ നടക്കുന്ന ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക്
അവരുടെ നേതൃത്വത്തിലും ഒരു പങ്കാളിത്തം ഇവിടെയുണ്ട്. ഏതായാലും കേരള ആംഡ് പോലീസിന്റെ നാലും അഞ്ചും ബറ്റാലിയനുകൾ ഉൾപ്പെടെ ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയൊരു സംഘം ഉദ്യോഗസ്ഥരെ സംസ്ഥാന പോലീസും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മേഖലയിൽ വിന്യസിക്കുകയാണ്. സൈന്യത്തിന്റെ കോഴിക്കോട് യൂണിറ്റ് എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി NDRFന്റെ കൂടുതൽ സംഘങ്ങൾ 4 യൂണിറ്റ് കൂടി അടിയന്തരമായി ഉച്ചയോടുകൂടി അവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഹെലികോപ്റ്റർ എയർലിഫ്റ്റിംഗ് സംവിധാനത്തിന് വേണ്ടി ഹെലികോപ്റ്ററുകൾ എത്തിയിട്ടുണ്ട്. അനൂപി, 2 ഹെലികോപ്റ്ററുകൾ അവിടേക്ക് തിരിക്കുമെന്നതായിരുന്നു. അതിന്റെ തീരുമാനം വന്നിട്ടുണ്ടോ? നേരത്തെ ഈ യൂണിറ്റ് ഹെലികോപ്റ്ററുകൾ തിരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെതുണ്ടായിരുന്നു. തീർച്ചയായും അക്കാര്യം അല്പസമയം മുൻപ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും വ്യക്തമാക്കുകയുണ്ടായല്ലോ. കരസേന, നാവികസേന, വ്യോമസേന, സൈന്യം രക്ഷാപ്രവർത്തനത്തിനും മറ്റുമായി പുറപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം വിവിധ സേനകളുടെ സേവനം ഈ നമുക്ക് ലഭ്യമാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയം മുൻപ് NDRFന്റെ കൊല്ലത്തു നിന്നുള്ള യൂണിറ്റ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. അതേസമയം ആർമിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും സംഘങ്ങളും അല്പസമയത്തിനകം ഇവിടുത്തും. ഇന്ത്യൻ എയർഫോഴ്സ് ഹെലികോപ്റ്റർ കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഒരു ദുർഘടമായിട്ട് അല്ലെങ്കിൽ ഒരു അനുയോജ്യമായ സാഹചര്യമല്ല, ഒരു പ്രതികൂല കാലാവസ്ഥയാണ് ഏതായാലും ഈ പ്രദേശത്തുള്ളതെങ്കിലും എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ഇവിടേക്ക് എത്താൻ സാധിച്ചാൽ അത് മുണ്ടക്കയിലെയും അട്ടമലയിലെയും റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് വളരെ സഹായകമാവും. ഏതായാലും അതും ഇവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് അത് കൂടുതൽ ഊർജ്ജമേകും. അങ്ങനെയെങ്കിൽ കൂടുതൽ വേഗത്തിൽ അക്കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ട ആവശ്യം മേപ്പാടിയിലെയും മുണ്ടക്കയിലെയും അട്ടമലയിലെയും അതോടൊപ്പം പുഞ്ചിരിമറ്റം ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളുടെ ഒരു സാഹചര്യം എന്താണ് അനൂപ്? എത്ര ദൂരത്ത് പരസ്പരമുള്ള സ്ഥലങ്ങളാണ് ഈ മേലെ മുണ്ടക്കൈ ഒപ്പം തന്നെ അട്ടമല അടക്കമുള്ള പ്രദേശങ്ങൾ? അനൂപ്, നിലവിലെ സാഹചര്യം സംബന്ധിച്ചാണ് ചോദിച്ചത്? അതെ, ഇപ്പോൾ ഈ അട്ടമല പ്രദേശം ഒപ്പം തന്നെ മുണ്ടക്കൈ, മേലെ മുണ്ടക്കൈ, മേപ്പാടി ഈ പ്രദേശങ്ങളൊക്കെ തമ്മിൽ കൃത്യമായ ഒരു ദൂര വ്യത്യാസമുള്ള സ്ഥലങ്ങളാണോ, അടുത്തടുത്ത മേഖലകളാണോ? വളരെ തൊട്ടടുത്ത മേഖലയാണ്. നമുക്കറിയാം 2019 ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള പുത്തുമല, 2020 ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള പുഞ്ചിരിമറ്റത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങൾ, മുണ്ടക്കൈ, മേലെ മുണ്ടക്കൈ, അതോടൊപ്പം അട്ടമല തുടങ്ങിയ മേഖലകളെല്ലാം സമീപ പ്രദേശങ്ങളാണ്. മലപ്പുറം നിലമ്പൂർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന വയനാടിന്റെ അതിർത്തി പ്രദേശങ്ങളാണ്. ഇതിന് തൊട്ട് സമീപത്ത് വലിയ വനമേഖലകളാണ്, മലഞ്ചെരിവുകളാണ്. ഇതിലൂടെയാണ് ചാലിയാർ രൂപപ്പെട്ട് ഈ മേഖലയിലൂടെ ഒഴുകി മുണ്ടക്കയിൽ നിന്ന് ഒഴുകി അത് ചൂരൽമലയിലൂടെ കടന്ന് മലപ്പുറത്തേക്ക് ഉൾപ്പെടെ പോകുന്നത്. അത്തരം ഒരു വലിയ പാരിസ്ഥിതിക ദുർബലമായ മേഖലയാണ്, അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള മേഖലയുമാണ് ഈ പ്രദേശം. തൊട്ടടുത്ത മേഖലകളാണ്. നേരത്തെ തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത മേഖലകൾ എന്ന് കണക്കാക്കിയ തുടരുക.